ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് തന്നിട്ടുള്ളത്. ചൈന ഗ്രാസും ജെലാറ്റിനൊന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു പുഡിംഗ് ആണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് സൈഡിലൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ബ്രെഡ് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പുഡിംഗ് ട്രേൻ്റെ ഞാനിവിടെ ഒരു 6 ബ്രെഡ് സൈഡിലും കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം കോൺഫ്ലോർ എടുത്താലും മതി. പക്ഷേ കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊന്നുമില്ലാണ്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഒരു മാങ്ങ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കാണ്ട്. അപ്പോൾ ഞാനിപ്പം വലിയ മാങ്ങ ആയതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. ചെറുതിലാണെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അധികം നാരൊന്നും ഇല്ലാത്ത മാങ്ങ എടുക്കണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതായത് 2 കപ്പ് 250 ml 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് എത്ര മധുരം വേണമെന്നുള്ള അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം മാങ്ങ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചെടുത്താൽ മതി. എന്നിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അരച്ച് വെച്ച മാങ്ങ ഈ പാലൊന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് ഒഴിച്ച ഉടനെ ഒരു കട്ട കെട്ടിയ പോലെ ഒന്നുണ്ടാകും. പക്ഷേ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എല്ലായിടത്തും ഒന്ന് മിക്സ് ആയിക്കോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളൂ കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കുകയൊന്നും വേണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഈ മിക്സിയിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കുക. ഒരു 3-4 തവി ഇതുപോലെ കോരി മാറ്റി വെക്കുക. അപ്പോൾ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ടിത് ഇനി നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് ഈ പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി ഒരു മാങ്ങ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി പുഡിങ് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നേരത്തെ മാറ്റി വെച്ച ആ മിക്സിലേക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ സൈഡിലെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു ലെയറായിട്ട് മുഴുവനായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മേലിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ ബ്രെഡ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മേലിലേക്ക് കട്ട് ചെയ്ത് വെച്ച് മാംഗോൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും ബ്രെഡ് ആ മിക്സിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ലെയർ ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്രെഡ് കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് കസ്റ്റാർഡ് മിക്സ് ബാക്കിയുള്ള കസ്റ്റാർഡ് മിക്സ് മുഴുവനും ഒഴിച്ച് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ച മാംഗോൻ്റെ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇനി ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ.
നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. സിമ്പിളാണ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേറെ ഏത് നട്ട്സ് വേണമെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുക്കുക. അടുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് വന്നു കേട്ടോ. അപ്പം മാങ്ങയെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ.